വീണ്ടും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടതിൽ വിശദീകരണവുമായി BJP കൗൺസിലർ R ശ്രീലേഖ തനിക്ക് ഇരിക്കാൻ സ്ഥലമില്ലെന്നും പ്രശാന്തിന് ആ സ്ഥലം ഒന്ന് മാറിത്തരാൻ കഴിയുമോ എന്നും ഇന്നലെ ഫോണിൽ വിളിച്ച് അപേക്ഷിക്കുകയായിരുന്നുവെന്നും ശ്രീലേഖ പറഞ്ഞു. MLAക്ക് എവിടെ വേണമെങ്കിലും സ്ഥലം കിട്ടും, കൗൺസിലർക്ക് അങ്ങനെയല്ല, ദയവ് ചെയ്ത് പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല, വേണമെങ്കിൽ ഒഴിപ്പിച്ചോളാൻ പറഞ്ഞത് പ്രശാന്താണെന്നും ശ്രീലേഖ വ്യക്തമാക്കി. പ്രശാന്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പൂർണ്ണ അവകാശം തിരുവനന്തപുരം കോർപ്പറേഷനാണെന്നും കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണാധികാരികൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത സഹായമാണ് അതെന്നും ശ്രീലേഖ പറഞ്ഞു. അതേസമയം കരാർ കാലാവധി കഴിയുന്നതുവരെ ഒഴിയില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് VK പ്രശാന്ത്. അഭ്യർത്ഥനയാണെങ്കിലും യാചനയാണെങ്കിലും മാർച്ച് 31 വരെ ഒഴിയില്ല. മുൻ കൗൺസിലർ തന്റെ ഓഫീസിന് സമീപത്തെ മുറിയിലാണിരുന്നത്. 7 വർഷം ഇരുന്നിട്ടും പ്രശ്നമുണ്ടായില്ലല്ലോ എന്നും പ്രശാന്ത് പറഞ്ഞു. ഞാൻ അഭ്യർത്ഥിച്ചെന്നേ ഉള്ളൂ. പ്രശാന്തിന് 3 മാസമോ 4 മാസമോ ഇരിക്കുന്നതിൽ എനിക്ക് കിട്ടത്തില്ല. ഞാൻ പക്ഷേ ഇവിടെ എൻ്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും. അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. അത്രയും മാത്രം മതി. ഹാപ്പി ആയില്ലേ എല്ലാവരും? ഇനിയും പോവാം. ഞാനൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കിരിക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ. അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മേയറുടെ ഒരു സ്ഥാനം ഇരുന്നപ്പോൾ അതിന് ശേഷം എടുത്ത ഒരു ഓഫീസാണെന്നാണ് ഞാൻ അറിയുന്നത്. അത് അടുത്ത ഇലക്ഷൻ്റെ സൗകര്യാർത്ഥം MLA ക്വാർട്ടേഴ്സിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോഴും മാറി എന്ന് പ്രശാന്തിന് പറയാമല്ലോ. ഇതെനിക്ക് കിട്ടിയാൽ എനിക്ക് 5 വർഷത്തേക്ക് കൗൺസിലർ ആയിരിക്കേണ്ടതല്ലേ, എൻ്റെ ഓഫീസ് വർക്ക് ചെയ്യേണ്ടതല്ലേ, എനിക്കിവിടെ ജോലി ചെയ്യേണ്ടതല്ലേ, ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കേണ്ട സ്ഥലം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പരിമിതമായ സ്ഥലത്തിരുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്തൊന്ന് പരിഗണിക്കണം. പെട്ടെന്ന് വേണ്ട, പതുക്കെ മതി, പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്, ഒന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് അത് പറ്റില്ല, ഒഴിപ്പിക്കാമെങ്കിൽ ഒഴിപ്പിച്ചോ എന്ന് പറഞ്ഞു. അല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസുള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFൻ്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പോൾ ഇപ്പം മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം. അപ്പോൾ ഇവിടെ 100 കണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. പ്രതിപക്ഷ നേതാവ് VD